ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു അംബ്രല കുർത്തിയാണ്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അംബ്രല കുർത്തി 2 പീസായിട്ടല്ല വരുന്നത്, ഒരൊറ്റ പീസിലുള്ള അംബ്രല കുർത്തിയാണ്. സാധാരണ നമ്മൾ യോക്കും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യല്. ഇന്ന് നമ്മൾ ഒറ്റ പീസിലാണ് ഈ അംബ്രല കുർത്തി ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ മെറ്റീരിയലാണ്. 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് 44 ഇഞ്ച് വീതി വരുന്ന തുണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കിത് ഒരു പേപ്പറിലാണ് വരച്ച് കാണിക്കുന്നത്. അതിനുശേഷം തുണിയിൽ മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിപ്പം തുണീൻ്റെ ലെങ്ത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ തുണീനെ ലെങ്ത്തിന് നമ്മൾ 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഈ ലെങ്ത്തിന് നമ്മൾ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീതി. വീതിനെ നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ വീതിന് നമ്മളിങ്ങനെ മടക്കി കൊടുക്കും. ഇവിടെ നമ്മൾ അങ്ങനെ മടക്കി കൊടുക്കുന്നില്ല. ലെങ്ത്തിന് 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു കോർണർ പിടിച്ചിട്ട് ഇതൊന്ന് ത്രികോണ ഷേപ്പിൽ നമ്മളിങ്ങനെയൊന്ന് മടക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ തുണി മടക്കി കൊടുക്കേണ്ടത്. നമ്മൾ അംബ്രല കുർത്തി ചെയ്യുമ്പോൾ സാധാരണ മടക്കിയെടുക്കുന്ന മാതിരി തന്നെ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ എത്രയാണോ വേണ്ടത് ആ ഷോൾഡർ നമ്മളിവിടെ നിന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ഷോൾഡർ ഇപ്പോൾ 6-6.5 ഇഞ്ചാണ്. എനിക്കിവിടെ 6.25 ഞാൻ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ആ 6.25 എനിക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇവിടെ നിന്ന് ആം ഹോളും ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആം ഹോളും ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചു. അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതും ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അളവ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഷേപ്പ് ലെങ്ത്ത് എപ്പോഴും 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 13.5 അല്ലെങ്കിൽ 14-14.5 ഇഞ്ച് ഇതാണ് ഷേപ്പ് ലെങ്ത്ത് വരിക. ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ എത്രയാണോ വിഡ്ത്ത് വരുന്നത് അതും ഒന്നിങ്ങനെ മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിൻറ്റും തമ്മിൽ ഇത് അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് എത്രയാണോ നിങ്ങൾക്ക് നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നെക്കൊന്ന് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ ലെങ്ത്തും ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിന് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിത് ഈ കോർണറിൽ ടേപ്പ് വെച്ചിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യം ഈ കോർണറിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ലെങ്ത്ത് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 9 ഇഞ്ച് ഫുള്ളായിട്ട് ഈ കോർണറിൽ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് നീങ്ങാൻ പാടില്ല. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് തുണിയിൽ ലെങ്ത്ത് വേണ്ടത് 45 ഇഞ്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റും നമുക്കിങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളിതിങ്ങനെയൊന്ന് വരച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ തുണി 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ ലെങ്ത്തൊക്കെ കൂടുതൽ വേണമെന്നുണ്ടാകുമ്പോൾ നമുക്കിത് ഈ ഭാഗത്ത് ചിലപ്പോൾ തുണി പറ്റാതെ വരും. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും ഇപ്പുറത്തേക്ക്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഭാഗം ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. 2 പീസ് വെച്ചിട്ട് ബാക്കിലെ പീസ് കറക്റ്റായിട്ട് കിട്ടും. ഈ 2 പീസ് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇതൊന്നിങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ എത്രയാണോ വേണ്ടത് അത് ഈ കോർണറിൽ എവിടെയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അവിടുന്ന് താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലെ ആം ഹോളും ബാക്കിലെ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ അപ്പോൾ ഇവിടെ ഫ്രണ്ടിലെ ആം ഹോൾ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഷേപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഈ കോർണറിൽ വെച്ചിട്ട് തന്നെ വേണം ഫുള്ളായിട്ട് നമ്മൾ ലെങ്ത്ത് എടുത്ത് കൊടുക്കാൻ.
ഫുള്ളായിട്ട് ലെങ്ത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെ 2 പീസായിട്ടാണ് കിട്ടുക. ഇതാണ് നമ്മളിനി തുണിയിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറിൽ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി നമുക്കിത് തുണിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ തുണീൻ്റെ ലെങ്ത്തിനെ 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. തുണീൻ്റെ ലെങ്ത്തിനെ 2ആയിട്ട് മടക്കി കൊടുത്തതിൻ്റെ ശേഷം ഒരു കോർണർ പിടിച്ചിട്ട് അതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കണം. ഞാനിപ്പോൾ അതവിടെ പേപ്പറിൽ വരച്ച് കാണിച്ച മാതിരി തന്നെ തുണിയിലും എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മാർക്കിംഗ് ഒന്ന് പറയാം. ഞാൻ ഇവിടെ ഷോൾഡർ എടുത്ത് കൊടുത്തിട്ടുള്ളത് 6.25 ഇഞ്ചാണ്. 6.25 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. ആം ഹോളും അതേമാതിരി 6.25 ഇഞ്ചാണ് ആം ഹോളും എടുത്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ അളവ് ഞാൻ അവിടെ 32 ഇഞ്ച് ചെസ്റ്റ് വരുന്ന കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് 32ൻ്റെ 4/1 8, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 9.5 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നെക്ക് ഞാനിവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ് നെക്ക് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും ഒരേ അളവാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബാക്കിൽ കെട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ അളവിലാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഷേപ്പ് ലെങ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷേപ്പിൻ്റെ ഇവിടുത്തെ വിഡ്ത്ത് 8.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 പോയിൻറ്റും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത് 45 ഇഞ്ചാണ്. അപ്പോൾ അത് ലെങ്ത്ത് ഞാനിവിടെ 45 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ആ ലെങ്ത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഈ 2 പീസിൽ തുണി ജോയിൻ ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് നമുക്ക് തുണി കിട്ടില്ല. അപ്പോൾ നമ്മളിത് 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു 60 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് നമ്മൾ 44 ഇഞ്ച് ആയതുകൊണ്ട് നമുക്കിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം 2 പീസ് കണക്കാക്കി കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇതും ഒന്ന് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഷാർപ്പായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ മാർക്കിങ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നമുക്ക് ഈ ഭാഗത്താണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ അങ്ങനെ 2 പീസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന തുണിയിൽ നമുക്കിത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് കറക്റ്റ് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ ഷേപ്പിന് അങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പിന് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാൻ. അതേമാതിരി തന്നെ ഇപ്പുറത്തതും വന്ന് നമ്മൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് ബാക്കി വന്ന തുണിയിൽ ഞാൻ അവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പീസാണ്. 2 പീസായിട്ടുള്ള തുണിയാണ്. ഇതിന് ഞാൻ ഇങ്ങനെ 4ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിന് വേണ്ടി ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു 3/4 സ്ലീവാണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ജോയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. ജോയിൻ ചെയ്യാതെ കിട്ടില്ല. സെൻറ്ററിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ചെറിയ സ്ലീവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെറിയ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം.
ചെറിയ സ്ലീവ് ആണെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ ഒരു 3/4 സ്ലീവ് വേണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചാണ് എടുക്കുന്നത്. സ്ലീവിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഓപ്പണിങ്ങിനായിട്ട് 6.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാർക്ക് ചെയ്തിട്ട് ഈ 2 പോയിൻറ്റും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 പോയിൻ്റ് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ സ്ലീവ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ആദ്യം മാർക്ക് ചെയ്തപ്പം 8.5 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ സെൻറ്ററിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് നമുക്ക് കൂടുതലായി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് 1/2 ഇഞ്ചും കൂടെ ഞാൻ ഇവിടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സ്ലീവ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇറക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് ആദ്യം തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് ഈ 2 പീസും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാ അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 പീസിലും നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഇതങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്തും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു പീസ് തുണി ഇങ്ങനെ 2ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് മടക്കി വെച്ചിട്ടുള്ള കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്ക് ഇതിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു അറ്റം വേണമെങ്കിൽ ഒന്നിങ്ങനെ മടക്കി തയ്ച്ചതിൻ്റെ ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഇപ്പോൾ അങ്ങനെ വെച്ചതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്താൽ ഇതിന് ചുറ്റും ചെറിയ കട്ടുകൾ കൊടുക്കാം. തയ്യലിൽ പെടാതെ വേണം അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതൊന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൽ നെക്ക് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ബാക്കിലെ പീസിലും ബാക്കിലെ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഉള്ളിലേക്ക് തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല.
അപ്പോൾ ഈ നെക്ക് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഫ്രണ്ടിലെ പാർട്ട് എടുത്തിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ള ഈ പീസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേമാതിരി തന്നെ ഈ ഭാഗവും. അപ്പോൾ നമ്മൾ നെക്കിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫ്രണ്ടിലെ പീസ് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഷോൾഡറും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതാ നല്ല വശത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിതാ ഇതിനെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഉള്ളിലേക്ക് വെച്ചൊന്ന് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ബാക്കിലെ നെക്കും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ് നമുക്ക് 2 പീസായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴെയും സ്ലീവ് ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും ഇതാ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്ത ഈ ഭാഗം കറക്റ്റായിട്ട് വരുന്ന മാതിരി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിലേക്കും നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തെ സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം താഴെ നിന്ന് 2ആയിട്ട് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടാസിൽസൊക്കെ വെച്ചിട്ട് രണ്ട് ഇതിലും ടാസിൽസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മളെ കുർത്തിയുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് നല്ല ഫ്ലെയർ കിട്ടും. താഴെ നല്ല ഫ്ലെയർ വരുന്ന അംബർല കുർത്തിയാണിത്. സിംഗിൾ പീസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അംബർല കുർത്തിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.